മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് അദ്ദേഹം പ്രധാന വേഷത്തിലെത്തി ഇന്ന് തിയേറ്ററിൽ റിലീസായ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബറോസ് 3D. ആദ്യം തന്നെ ഇത് ബറോസ് എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ബറോസ് ഈ ഒരു പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. മലയാളത്തിലൊന്നും തന്നെ ഈ അടുത്ത കാലത്ത് കാണാത്ത തരത്തിലുള്ള ഒരു ഹോളിവുഡ് ലെവലിലേക്ക് തന്നെ ടെക്നിക്കൽ സൈഡിൽ പടം എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലിൻ്റെ ക്യാമറാമാൻ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അവർക്ക് എത്ര നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും മെനക്കെട്ട പരിപാടി അവർ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. 3D ഒക്കെ പലയിടത്തും നമുക്കത് നന്നായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സീനിൽ പൊട്ടിത്തെറിച്ച് നമ്മളെ മുഖത്ത് വന്ന് വീഴുമ്പോൾ ഒരു സീൻ നമ്മൾ കണ്ണടച്ച് പോകും. അത്ര നന്നായിട്ട് 3D എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സോ സിനിമ കാണുന്നത് നല്ലൊരു തിയേറ്ററിൽ പോകുക, അത്യാവശ്യം നല്ലൊരു 3D എഫക്റ്റ് കിട്ടുന്ന കുറച്ച് വലിയ സ്ക്രീനുള്ള തിയേറ്റർ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റ് അറിയാൻ കഴിയും. അതുപോലെ തന്നെ പടത്തിലെ പാട്ടൊക്കെ വളരെ നന്നായിട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇസബെല്ല എന്നൊരു സോങ് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ സിനിമയ്ക്കകത്ത് നന്നായിട്ട് പ്ലേസ് ചെയ്തെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സിനിമയ്ക്കകത്ത് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് വരുന്നുണ്ട് അനിമേഷൻ രീതിയിൽ, അതും ആക്ച്വലി നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പടത്തിൻ്റെ അത് വൂഡു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, ഒരു അനിമേറ്റഡ് ക്യാരക്ടർ വരുന്നു. അതിൻ്റെ ഒരു CG യും VFX ഒക്കെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആൻഡ് ഈ പടത്തിൽ അഭിനയിച്ച എല്ലാം പുതുമുഖങ്ങളാണ്. ലാലേട്ടൻ ഒഴിച്ച് 2-3 ആക്ടേഴ്സ് മാത്രമേ നമുക്ക് അറിയുന്നവരായിട്ടുള്ളൂ, നമുക്ക് പരിചയമുള്ളവരായിട്ടുള്ളൂ. വേറെ എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ്, നമുക്കറിയാത്ത പോർച്ചുഗൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ വിദേശ ആക്ടേഴ്സാണ്. ആൻഡ് ആ ഒരു ഇത് നമുക്ക് സിനിമയിൽ സിനിമ കാണുന്നത്, ഒരു മലയാള സിനിമ കാണുന്നതിലുപരി ഒരു ഡബ്ഡ് സിനിമ കാണുമ്പോൾ ഒരു ഫീലാണ് എനിക്ക് മാക്സിമം തന്നത്. ആൻഡ് സിനിമ 2.5 മണിക്കൂറിന് പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രാഗി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയുടെ ലെങ്ത് കുറച്ചിട്ട് ഒരു 2 മണിക്കൂറിനകത്ത് സിനിമ കുറച്ചും കൂടെ ഒന്ന് റാപ്പ് ചെയ്ത് കുറച്ചും കൂടെ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടെ ക്രിസ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു ലാഗിങ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് നഷ്ടപ്പെട്ടേക്കായിരിക്കാം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം. പക്ഷേ ചിലയിടത്തൊക്കെ നന്നായിട്ട് എൻഗേജിങ് ചെയ്യുന്നുണ്ട്, ചിലയിടത്തൊക്കെ എൻഗേജിങ് ആവുന്നുണ്ട്, ചിലയിടത്തൊക്കെ കുറച്ച് ഡ്രാഗി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബറോസിൻ്റെ ആ ഒരു ബറോസിൻ്റെ ശാപം, ബറോസിൻ്റെ ആ ഒരു 400 വർഷമായിട്ട് നിധിയാക്കുന്നൊരു ഭൂതം, ആ ഒരു അവകാശിയെ കണ്ടെത്തി ആ നിധി ഏൽപ്പിക്കാൻ നേരത്ത് തനിക്ക് ശാപമോക്ഷം കിട്ടും എന്ന് വിചാരിക്കുന്നൊരു കഥാപാത്രം, അതിന് വഴികാട്ടുന്ന വൂഡു ഡോള്, അതുപോലെ തന്നെ ആ ഒരു ആഫ്രിക്കൻ ആ ഒരു അവരുടെ ദുർമന്ത്രവാദം ആ രീതി കാണിച്ച രീതിയൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മേ ബി ആ സീനൊക്കെ ചിലപ്പോൾ കുട്ടികൾ പേടിക്കും, ചില ചാൻസുകളുണ്ട്. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ. ആൻഡ് വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയൊരു സിനിമയായിട്ട് തോന്നി. ചിലർക്കത് ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. ഞാൻ പറയുന്ന സിനിമയുടെ ലെങ്ത് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പാക്കാമായിരുന്നു. സ്ക്രീൻ പ്ലേയിൽ കുറച്ച് കയ്യിൽ പോയിട്ടുണ്ട്. സ്ക്രീൻ പ്ലേയും കുറച്ചും കൂടെ ടൈറ്റ് ആക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു വേൾഡ് ക്ലാസ് സിനിമയോട് തന്നെ മണ്ണിലിട്ട് നിൽക്കേണ്ട ഒരു സിനിമയായിരുന്നു. ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സിനിമയായിരുന്നു. ക്യാമറ വർക്ക് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എല്ലാം തന്നെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. 3D വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അവധി സമയമാണ്, ലീവാണ് പിള്ളേർക്ക് എല്ലാവർക്കും. വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട് എങ്കിൽ കൊണ്ടുപോയാൽ അവർ തിയേറ്ററിൽ എൻജോയ് ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളായ സിനിമ കണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാതെ വരിക്കും. ബൈ.